ആറാം തമ്പുരാൻ എന്ന സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. 1997 റിലീസ് ചെയ്ത ഒരു സിനിമ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയായിരുന്നു. ആ വർഷം 3 ഇൻഡസ്ട്രി ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് ലഭിച്ച വർഷമായിരുന്നു. ആറാം തമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമ്മളെല്ലാവരും ഓർത്ത് ചിരിക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സിനിമ നമുക്കറിയാം, അതൊരു ഒരു മാസ് സിനിമയാണ്. എന്താ പറയുക, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ കലാഭവൻ മണി ഒരു രണ്ടോ മൂന്നോ സീനോ മാത്രമേ കലാഭവൻ മണിയുള്ളൂ. അതിലൊരു നമ്പൂതിരി ചെക്കൻ, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം കലാഭവൻ മണിയെ മോഹൻലാൽ തട്ടിക്കൊണ്ടുവരികയും അതിനുശേഷം കലാഭവൻ മണീനെ അന്വേഷിച്ചിട്ട്, അതായത് നമ്പൂതിരി ചെക്കനെ അന്വേഷിച്ചിട്ട് ഇന്നസെന്റിന്റെ ഒരു കഥാപാത്രം അങ്ങോട്ട് വരുന്ന ഒരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. SI ഭരതൻ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു സീനാണ്. അത് കഴിഞ്ഞിട്ട് കലാഭവൻ മണി ഒരു അരവട്ടായിട്ട് ഊണ് കഴിക്കുന്നതും അവിടുന്ന് അങ്ങോട്ട് വീണ്ടും വില്ലന്മാരെ കലാഭവൻ മണിനെ തട്ടിക്കൊണ്ടുപോകുന്നതും ക്ലൈമാക്സിൽ മോഹൻലാലിന് ഫൈറ്റ് ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. ആ സിനിമ കണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മോഹൻലാലിന് ഫൈറ്റ് ചെയ്യാതെ പോവുകയും അവിടെ വെച്ചിട്ട് മോഹൻലാലിന്റെ ചുറ്റുമുള്ളവർ മോഹൻലാലിന്റെ മുമ്പിൽ വെച്ച് ചുറ്റുമുള്ളവരെയൊക്കെ വില്ലന്മാരെ തല്ലി ചതയ്ക്കുന്ന കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന മോഹൻലാലിന്റെ അടുത്ത് വന്ന് കലാഭവൻ മണി ആ പൂജ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം, സാധനങ്ങളെല്ലാം കയ്യിലോട്ട് വാങ്ങിയിട്ട് പറയുന്നുണ്ടല്ലോ, ഇനി തമ്പുരാൻ പോയിട്ട് അവരെയൊക്കെ നല്ല പൂശുക എന്ന് പറയട്ടെ, വലിയൊരു കയ്യടി കിട്ടിയ ഒരു രംഗം കൂടിയായിരുന്നു. ആ ഒരു രംഗം, അന്ന് ആ ഒരു റോള് ശരിക്ക് ചെയ്യേണ്ടിരുന്നത് ഈ പറയുന്ന കലാഭവൻ മണിയല്ല. അന്ന് കലാഭവൻ മണി കോമഡി താരമാണ്. കലാഭവൻ മണി 96 സല്ലാപത്തിൽ വന്ന് ആറാം തമ്പുരാൻ 97 എത്തുമ്പോൾ ആ സമയപ്പോഴേക്കും കലാഭവൻ മണി അന്ന് എല്ലാ സിനിമയിലും കലാഭവൻ മണി ഉണ്ടാവും. അതിൽ മോഹൻലാലിന്റെ സിനിമയും മമ്മൂട്ടിയുടെ സിനിമയും ജയറാമിന്റെയും ദിലീപിന്റെ ഒക്കെ കൂടെ കോമഡിയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷെ അന്ന് ആ ഒരു സിനിമ ഷാജി കൈലാസ്, രഞ്ജിത്ത് ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം ഇവർ മനസ്സിലുണ്ടായിരുന്നത് കലാഭവൻ മണിയുടെ ആ ഒരു സ്പേസ് മുമ്പ് 90കളുടെ ഒക്കെ തുടക്കം കൈകാര്യം ചെയ്തിരുന്ന ജഗദീഷായിരുന്നു. നമുക്കറിയാം, ജഗദീഷ് ഇനി ഹരിഹർ നഗറിൽ അപ്പുക്കുട്ടനൊക്കെ ശേഷം പിന്നെ എല്ലാ സിനിമ ജഗദീഷും ഈ പറഞ്ഞ പോലെ അന്ന് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ജയറാമിന്റെയും ഒക്കെ എല്ലാവരുടെയും സിനിമകൾ, ഈവൻ ദിലീപ് നായകനായ ശേഷം കുഞ്ചാക്കോ ബോബന്റെ ഒക്കെ സിനിമകളിൽ വരെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ജഗദീഷ്. പിന്നീട് ജഗദീഷ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തിരുന്ന ആ ഒരു സ്പേസിലോട്ട് പിന്നീട് കലാഭവൻ മണിയും സലീം കുമാറിനെ പോലുള്ളവരൊക്കെ വന്നു, അവർക്കൊക്കെ വഴിമാറി കൊടുത്തു എന്ന രീതിയിലൊക്കെ ജഗദീഷ് പറഞ്ഞിട്ടുണ്ട്. അന്ന് ജഗദീഷിന് ചില തിരക്കുകൾ കാരണമാണ്, ജഗദീഷിന്റെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ടാണ്. ജഗദീഷ് എനിക്കൊന്ന് ആ 97 എന്ന് പറയുന്ന വർഷം ജഗദീഷ് 11 സിനിമകൾ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഞ്ചര കല്യാണം പോലത്തെ ഒരുപാട് സിനിമകൾ ആ വർഷം ജഗദീഷ് നായകനായിട്ട് അഭിനയിച്ചിരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ജഗദീഷിന്റെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ടാണ് അന്ന് കലാഭവൻ മണിയിലേക്ക് ആ വേഷം പോയത്. ഇതുപോലെ തന്നെ ഈ പറയുന്ന രഞ്ജിത്ത് തന്നെ സ്ക്രിപ്റ്റ് എഴുതി, രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്ത സിനിമ, രഞ്ജിത്തിന്റെ ഡയറക്ഷനിലുള്ള ആദ്യത്തെ സിനിമ രാവണപ്രഭു സിനിമയിൽ കലാഭവൻ മണീനെ വിളിച്ചപ്പോൾ കലാഭവൻ മണിക്ക് ഡേറ്റ് ഇല്ലാത്തത് കാരണം ജഗദീഷ് അഭിനയിച്ച ഒരു വേഷമുണ്ട്. അത് ആ ഒരു സിനിമയുടെ തുടക്കം മാത്രമല്ല, ഒരുപാടുണ്ട്. ആ സിനിമ തുടങ്ങുന്നത് നമുക്കറിയാം, ജഗദീഷ് ശ്രീകുമാറും ജഗദീഷും കൂടി ഉള്ള ഒരു രംഗമാണ്. അവിടുന്ന് ഇവരുടെ പൈസ ഇവരെ വഴിയിൽ എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുമ്പോൾ അവിടേക്ക് മോഹൻലാലിന്റെ ഒരു ഇൻട്രോ വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പൊട്ടുകുത്തരി എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിൽ ഒരു ഡാൻസ് ഒക്കെ ഉണ്ട്, ജഗദീഷിന്റെ സോങ് വരെ കൊടുത്തിട്ടുണ്ട്. ആ റോൾ അന്ന് കലാഭവൻ മണിനെയായിരുന്നു വിളിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു 2001 എത്തിയപ്പോൾ കലാഭവൻ മണി എന്ന് വാസുദി ലക്ഷ്മിയൊക്കെ കഴിഞ്ഞ് കരിമാടിക്കുട്ടനൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം അന്ന് നായകൻ മാത്രമല്ല, പക്ഷെ എങ്കിലും വാൽക്കണ്ണടി പോലത്തെ നായക വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അന്ന് കലാഭവൻ മണിയുടെ തിരക്ക് കാരണമാണ് അന്ന് രാവണപ്രഭുവില് ഈ പറയുന്ന കലാഭവൻ മണിക്ക് അഭിനയിക്കാൻ പറ്റാതെ. എനിക്ക് തോന്നുന്നു അന്ന് രാവണപ്രഭുവും രാക്ഷസ രാജാവും ഒക്കെ ഏകദേശം ഒരേ സമയത്താണ് ഷൂട്ട് ചെയ്തിരുന്നത്. ഒരു പക്ഷെ രാക്ഷസ രാജാവിലും അന്ന് കലാഭവൻ മണി ത്രൂ ഔട്ട് റോൾ ചെയ്യുന്നുണ്ട്. വേറെ പല സിനിമകളൊക്കെ ഉണ്ട്, അന്ന് ജയറാമിന്റെ ഒക്കെ സിനിമകളിലൊക്കെ സപ്പോർട്ട് റോളുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് കലാഭവൻ മണി ബിസി ആയതുകൊണ്ട് ജഗദീഷിനെയാണ് ആ റോളിലോട്ട് വിളിച്ചത്. അപ്പൊ ജഗദീഷിന് രഞ്ജിത്തിന്റെ മുമ്പത്തെ ഒരു സ്ക്രിപ്റ്റ് ആറാം തമ്പുരാനിലും മിസ്സായി, പക്ഷെ ഇവിടെ ജഗദീഷ് അഭിനയിച്ചു. അതുകൊണ്ട് ജഗദീഷിന് അത് തകർത്ത് ചെയ്യാൻ പറ്റി. അതിൽ ആ പൊട്ടുകുത്തടി എന്ന് പറയുന്ന ഒരു ഹിറ്റ് സോങ്ങിൽ ഡാൻസ് ചെയ്ത് പാടി, എന്താ പറയുക, അഭിനയിക്കാൻ പറ്റി. വസന്തദാസിന്റെ ഒക്കെ കൂടെ ഒരു കോമ്പിനേഷൻ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ ജഗദീഷിന്റെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ജഗദീഷിന് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് കലാഭവൻ മണിക്ക് ഗുണം ചെയ്തു, പിന്നീട് കലാഭവൻ മണിക്ക് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് ജഗദീഷിന് ഗുണം ചെയ്തു. ഇത് നമുക്ക് അവർ രണ്ടുപേരെ അല്ലാതെ സങ്കല്പിക്കാൻ പറ്റില്ല. എങ്കിലും ഈ പറയുന്ന ആറാം തമ്പുരാൻ ജഗദീഷ് ആയിരുന്നെങ്കിൽ, രാവണപ്രഭു കലാഭവൻ മണി ആയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കമന്റ് ചെയ്യുക.